കരൂർ ദുരന്തത്തിന് പിന്നാലെ നേരിട്ട പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് നടൻ വിജയുടെ തിരിച്ചുവരവിന് വഴിയൊരുക്കി ഈ റോഡിലെ മഹാറാലി. സെപ്റ്റംബർ 27-ന് 41 പേരുടെ മരണത്തിനിടയാക്കിയ കരൂർ ദുരന്തത്തിന് ശേഷം നടന്ന വിജയുടെ മൂന്നാമത്തെ പൊതുപരിപാടിയാണ് ഈ റോഡിൽ നടന്നത്. ഭരണകക്ഷിയായ DMKയെ കടന്നാക്രമിച്ച വിജയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ തുടർച്ചയാണ് പ്രസംഗത്തിലുടനീളം മുഴങ്ങിക്കേട്ടതും. കരൂർ അപകടത്തിന് ശേഷം കഴിഞ്ഞ മാസം കാഞ്ചീപുരത്തും പിന്നാലെ ഈ മാസം പോണ്ടിച്ചേരിയിലും വിജയുടെ പൊതുപരിപാടി നടന്നിരുന്നു. DMK ദുഷ്ടശക്തിയാണെന്നും TVK ശുദ്ധമാണ് എന്നും വിജയ് പറഞ്ഞു. പെറ്റമ്മ നൽകുന്ന ധൈര്യത്തെക്കാൾ വലുത് വേറെ ഇല്ല എന്നും അത്തരം ധൈര്യമാണ് ഇവിടെ അമ്മമാരും പെങ്ങന്മാരും തനിക്ക് നൽകുന്നതെന്നും 10ാം വയസ്സിൽ സിനിമയിൽ വന്നതാണെന്നും അപ്പോൾ മുതൽ ഇവിടെയുണ്ട് എന്നെല്ലാം തന്നെ വിജയ് പറയുന്നുണ്ട്. വിജയ്ക്കെതിരെ അപവാദം പറയുന്നവർക്ക് അറിയില്ല ഇത് ഇന്നലെ പൊട്ടിമുളച്ചതല്ല എന്നും എല്ലാം ഉപേക്ഷിച്ച് മക്കൾക്കായി വന്ന വിജയ് മക്കൾ ഒരിക്കലും കൈവിടില്ല എന്നും നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കില്ലേ എന്നും വിജയ് ചോദിക്കുന്നുണ്ട്. DMKയ്ക്ക് കൊള്ളയടിച്ച കാശാണ് തുണ, തനിക്ക് ജനപിന്തുണയാണ് തുണ, നിങ്ങൾക്ക് വേണ്ടിയാണ് വന്നത്, ജീവിതം മുഴുവൻ നിങ്ങളോട് നന്ദിയോടെ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പെരിയാർ എന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് കൊള്ളയടിക്കരുത്, നമ്മുടെ രാഷ്ട്രീയ എതിരാളി DMK ആണ്, പ്രത്യയശാസ്ത്ര എതിരാളി BJPയുമാണെന്നും വിജയ് തുറന്നടിക്കുന്നുണ്ട്. DMKയും പ്രശ്നങ്ങളും ഒട്ടിപ്പിടിച്ചവരാണ്, അവരെ വേർപിരിക്കാനാകില്ല. മഞ്ഞൾ കൃഷിക്ക് വേണ്ടി DMK ഒന്നും ചെയ്തില്ല, വാഗ്ദാനം മാത്രം നൽകി, ആകെ നൽകിയത് വലിയ സീറോയാണെന്നും വിജയ് കടന്നാക്രമിച്ചു. പുഴകൾ ശുദ്ധിയാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത മണൽ കൊള്ളയടിച്ചു. സ്വകാര്യ മേഖലയിൽ നിന്ന് വൈദ്യുതി വാങ്ങാനാണെന്ന് DMKയുടെ ശ്രമം. അതിനുള്ള കളികളാണ് DMK ഇപ്പോൾ നടത്തുന്നത്. വിജയുടെ ക്യാരക്ടർ പോലും മനസ്സിലാകുന്നില്ല എന്ന് സ്റ്റാലിൻ വ്യക്തമായി തുറന്നടിച്ചിരുന്നു. മുൻ AIDMK നേതാവ് സെങ്കോട്ടയ്യന്റെ ജന്മദേശമായ വിജയമംഗലത്തിന് തൊട്ടടുത്താണ് ഈ റോഡ് എന്നതും അവിടെ ആയിരക്കണക്കിന് ആളുകൾ റാലിക്കായി അണിനിരുന്നതും രാഷ്ട്രീയ നേട്ടമായി കണക്കാക്കുന്നുണ്ട്. DMK പുറത്താക്കിയതിന് പിന്നാലെ കഴിഞ്ഞ മാസം സെങ്കോട്ടയ്യൻ TVKയിൽ ചേരുകയായിരുന്നു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.